ED റെയ്ഡിനിടെയുണ്ടായ സംഘർഷത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ SFI തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിജയ് വിമലിന് ജാമ്യം. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകിയത്. അറസ്റ്റിലായ 22ാം ദിവസമാണ് വിജയ്ക്ക് ജാമ്യം ലഭിച്ചത്. ജോബി ജോൺ വിശദാംശങ്ങളുമായി. സിജോ, അങ്ങനെ ഒരാൾക്ക് ജാമ്യം കിട്ടുന്നു, എന്തെല്ലാം കാര്യങ്ങൾ പരിഗണിച്ചാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്? കാര്യമായ ഉപാധികളുണ്ടോ? കാര്യമായ ഉപാധികളില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്വാഭാവികമായി ലഭിക്കുന്ന ആ ഒരു ജാമ്യം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുക, അതോടൊപ്പം തന്നെ മറ്റ് ചെറിയ ബോണ്ട് ആൾജാമ്യം ഒക്കെയാണ് ഉള്ളതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും അതിന്റെ ഓർഡർ ലഭിച്ചാൽ മാത്രമാണ് മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യത്തിലിറങ്ങുക ആദ്യത്തെ ആളാണ് വിജയ് വിമൽ. ഈ സംഘർഷമുണ്ടായതിനു ശേഷം ആകെ 26 പേരെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. അതിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുകളുണ്ട്, അതോടൊപ്പം തന്നെ പോലീസുകാരെ ആക്രമിച്ച കേസുമുണ്ട്. ഈ വിജയ് വിമലാണെങ്കിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതിയായിരുന്നില്ല, പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം നടത്തിയ കേസിലായിരുന്നു പ്രതി. അതുകൊണ്ടാണ് അത്ര ഗൗരവമുള്ള വകുപ്പുകളല്ല വന്നിരുന്നത്. ഗൗരവമില്ലാത്ത വകുപ്പുകളെന്നല്ല, ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതിന് അത്രയും ഗൗരവമുള്ള വകുപ്പുകളായിരുന്നില്ല ഈ പോലീസ് ഉദ്യോഗസ്ഥരെ തടഞ്ഞതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എന്തായാലും അറസ്റ്റിലായി 22ാമത്തെ ദിവസം ജാമ്യം ലഭിക്കുന്നത്. വിജയ് വിമലിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന ഒരു ആരോപണമാണ് SFI നേതൃത്വം നേരത്തെ ഉന്നയിച്ചിരുന്നത്. കാരണം ഈ സ്കൂളുകളൊക്കെ തുടങ്ങി SFI കുറച്ചുകൂടി സജീവമായി പ്രവർത്തനത്തിലേക്ക് ഒക്കെ ഇറങ്ങുന്ന സമയത്താണ് വിജയ് വിമലിനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് വിജയ്ക്ക് യാതൊരു തരത്തിൽ ബന്ധവുമില്ല. SFI കോളേജിലേക്ക് വന്ന് അല്ലെങ്കിൽ സ്കൂളുകളിലോട്ടൊക്കെ വന്ന് അവിടെ സജീവമാകുന്ന തടയാൻ വേണ്ടിയിട്ട് വിജയ് വിമലിനെ മാറ്റി നിർത്തുന്നതിന്റെ ഭാഗമായി ഈ കേസിൽ പെടുത്തുകയായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് SFI നേതൃത്വം വ്യക്തമാക്കിയത്.